ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് എന്തായാലും വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ ഷെൽമി. അപ്പോൾ നമ്മുടെ ഫാഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിനെ കുറിച്ചിട്ടൊക്കെയുള്ള വീഡിയോസൊക്കെ ആയിരിക്കും നമ്മുടെ ചാനലിൽ കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇട്ടിരിക്കണത് വെച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ. ഇതൊരു 3 പീസിൻ്റെ ഒരു കുർത്തി സെറ്റാണ് വരുന്നത്. ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീനെക്കാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതുപോലെ വീനെക്കിൽ തന്നെ അത്യാവശ്യം നമുക്ക് റോസ് ഗോൾഡിൻ്റെ എംബ്രോയ്ഡറിയുടെ വർക്ക് ഡീറ്റെയിലിങ്ങും അതുപോലെ സീക്വൻസ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. 3/4 ആണ് സ്ലീവിൻ്റെ എൻഡ് പോർഷനിലും ചെറുതായിട്ട് നല്ല അത്യാവശ്യം നല്ല പാച്ച് വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവർ ഓൾ ചെറിയ ബൂട്ട വർക്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേവി ബ്ലൂ ആണ് ഷെയ്ഡ്. ഇതിൽ 2 ഷെയ്ഡ് ഉണ്ട്. ഒരെണ്ണം ബ്ലാക്കും ഒരെണ്ണം ഈ ഒരു ഷെയ്ഡ് ഉണ്ട്. എന്തായാലും സൈസ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ്, കറക്റ്റ് പെർഫെക്റ്റ് സൈസാണ്. പിന്നെ ചെറിയൊരു ലൂസാണ്. അത് അത്ര വലിയ ലൂസൊന്നും പറയാനില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. നല്ല ഫിറ്റായിട്ട് കിടക്കുന്നുണ്ട്. ലൈനിങ്ങും പോയിട്ടുണ്ട് ഉള്ളിൽ കൂടെ. അത് കോട്ടൺ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ലൈനിങ് വരുന്നത്. എന്തായാലും സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയലാണ്. അതിന് ലൈനിങ് എന്തായാലും ഡെഫിനറ്റ്ലി വേണം. അല്ലെങ്കിൽ തയ്ക്കണ ഭാഗത്തൊക്കെ ഈ ഒരു പോർഷനിലൊക്കെ പിന്നൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലൈനിങ് എന്തായാലും ഉണ്ട്. പിന്നെ പാൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമലായിട്ടുള്ള ഒരു പാൻറ്റ് 2 സൈഡിൽ പോക്കറ്റ് ഇല്ല കേട്ടോ. ഒരു സൈഡിൽ പോക്കറ്റ്, എൻഡിൽ ഇതുപോലെ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിപൊളി ഒരു ദുപ്പട്ടയ്ക്ക് വീതി കുറവാണ്, പക്ഷേ നല്ല നീളമുണ്ട്. ഈ കാണുന്നതൊക്കെ ഫുൾ വീവിങ്ങിലാണ് കേട്ടോ വരുന്നത്. ചെറിയ സീക്വൻസ് വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു അടിപൊളി അടിയിലൊക്കെ ഇങ്ങനെ ഫുൾ ഇതൊക്കെ വീവിങ് ആണ് കേട്ടോ. എന്തായാലും മെറ്റീരിയൽ വൈസ് കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതിൻ്റെ കുറച്ചുകൂടി അടുത്തേക്ക് വരുന്നത് നോക്കുകയാണെങ്കിൽ ഒരു സെൽഫ് ബൂട്ട ഡിസൈൻസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ദൂരത്തെ കൂടെ നമുക്ക് ആ ഒരു ഫീല് വരില്ല, പക്ഷെ അടുത്തേക്ക് കൂടെ വരുമ്പോൾ ആ ഒരു സെൽഫ് ഡിസൈനിൻ്റെ ഒരു ഫീലിംഗ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കളക്ഷൻ സിറിൽ ബ്രാൻഡിൽ നിന്നാണ്. ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. സൈസ് ഇതിൽ അത്യാവശ്യം സൈസസ് അവൈലബിൾ ആണ്. 2 കളേഴ്സാണ് അവൈലബിൾ കേട്ടോ. സിറിൽ ബ്രാൻഡിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. നമ്മൾ ഇങ്ങനെ ആമസോണിൽ സെർച്ച് ചെയ്ത് വെക്കുക ഏകദേശം ഒരു കൊല്ലമൊക്കെ ആയി. എന്നാലും ചുരിദാർ കളക്ഷൻസിൽ ഇപ്പോൾ കൂടുതൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും റെക്കമെൻഡ് പീസാണ് കേട്ടോ. പിന്നെ ഇതിന് കൂടെ പെയർ ചെയ്തിരിക്കുന്ന ചെരുപ്പ് എന്താ പറയുക, ഒരു റോസ് ഗോൾഡ് ഷെയ്ഡിൽ വരുന്ന ഒരു ചെരുപ്പ്. ഇത് ഞാൻ കംഫർട്ടബിൾ അല്ല എന്ന് വിചാരിച്ച് മേടിച്ച ഒരു സംഭവമാണ്. പിന്നെ ഇപ്പോൾ എവിടെ പോയാലും ഞാൻ ഈ ഒരു ചെരുപ്പ് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഹീല് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഹീലിന് എന്താ പറയാമെന്ന് എനിക്കറിയില്ല. എന്തായാലും കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മൈ ഹോൾ സ്റ്റോറും അതുപോലെ തന്നെ ഒരു ഒറ്റ സിംഗിൾ ലിങ്ക് ആയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതിൽ ക്ലിക്ക് ചെയ്താലും ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്ക് പോകാം. ജെൻറിക് ബ്രാൻഡിൻ്റെ സിംഗിൾ ഒരു കുർത്തി. ഇതിൻ്റെ റേറ്റ് ആണ് കേട്ടോ, ഞെട്ടിക്കുന്ന റേറ്റ് വെറും 397. യെസ്, 397 റുപ്പീസിൽ നല്ല അടിപൊളി കോട്ടൻ്റെ വിത്ത് പ്രിൻറ്റഡ് കേട്ടോ. നല്ല അടിപൊളി കളർ അല്ലേ, റെഡ് മെറൂൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന കളർ. അതിൽ വൈറ്റ് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കോട്ടൻ്റെ ക്ലോത്തിൽ മൊത്തം പ്രിൻറ്റ് ഫ്രണ്ടിലും ബാക്കിലും സ്ലീവിലും എല്ലായിടത്തും. പ്രത്യേകിച്ച് അങ്ങനെ വർക്ക് എന്ന് പറയില്ല, എന്നാൽ കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷെ ഇട്ട് വരുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കോട്ടൺ എന്ന് പറയില്ല, ആ ഒരു സംഭവമാണ് കേട്ടോ, ജെൻറിക് ബ്രാൻഡിൻ്റെ. അപ്പോൾ ഇതിൽ കളേഴ്സ് ഒന്നുമില്ല, ഈ ഒരു കളർ മാത്രം കണ്ടു. ഒരു കളർ കൂടിയും കണ്ടു കേട്ടോ, ഒരു ബ്ലാക്ക് മറൂൺ 2-3 കളർ കണ്ടു. പക്ഷെ കൂടുതൽ ഓവറായിട്ട് ഒരു 10-12 കളർ അങ്ങനെയില്ല, അത്യാവശ്യത്തിനുള്ള കളേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ സൈസസും അവൈലബിൾ ആണ്, മറക്കണ്ട. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജാണ്. റേറ്റ് റീസണബിൾ റേറ്റ് അല്ലേ, വെറും 397. അത് സെയിൽ നടക്കുന്ന സമയത്താണ് മേടിച്ചത്. ഇപ്പോഴത്തെ റേറ്റ് എത്രയാണെന്ന് അറിയില്ല, ഇനിയും ചിലപ്പോൾ റേറ്റ് കുറയാൻ സാധ്യതയുണ്ട് സെയിലുള്ള സമയത്ത് നോക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിരിക്കുന്ന പാൻറ്റ് എന്ന് പറയുന്നത് അതും ബ്രാൻഡഡ് തന്നെയാണ് കേട്ടോ. പാൻറ്റിൽ ആക്ച്വലി ഇതൊരു പലാസോ ടൈപ്പാണ്, മാക്സ് ബ്രാൻഡിൻ്റെ. 1 സൈഡ് പോക്കറ്റ് വരുന്നതാണ്. അഫ്കോഴ്സ് ഒരു വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരു ട്രാൻസ്പെറൻ്റ് ആണ്, സീ ത്രൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു 3/4 ആയിട്ടുള്ള ഒരു പാൻറ്റ് വേണമെങ്കിൽ ഇടാം. ഞാൻ ഇട്ടിട്ടില്ല. ഇപ്പോൾ ഈ നമുക്ക് കുർത്തീസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ഷർട്ടോ അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പോ ഇത് വെച്ചിട്ട് നമ്മൾ മാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഫ്കോഴ്സ് എന്തായാലും ഇട്ടേ പറ്റുള്ളൂ. എന്തായാലും ചെറുതായിട്ടൊരു സീ ത്രൂ മാത്രമേ ഉള്ളൂ കേട്ടോ. വലിയ ഞങ്ങൾ സീ ത്രൂ എന്ന് പറയാനില്ല. എന്തായാലും 1 സൈഡ് പോക്കറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസും ലാർജ് തന്നെയാണ് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത്. ലിബാസ് ബ്രാൻഡിൻ്റെ 2 പീസിൻ്റെ കുർത്തി സെറ്റാണ് കേട്ടോ. അതൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്. ഇതിൽ 2 ഷെയ്ഡ് വരുന്നുണ്ട്, ഒരു ബ്ലാക്കും ഒരു
പിസ്ത ഗ്രീൻ ഷെയ്ഡ്. ഇനി ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സൈഡ് കട്ടാണ് വരുന്നത് ഇതിൽ. പിന്നെ ഓവറോൾ നമ്മുടെ നെക്കിൻ്റെ പോർഷനിൽ ചെറുതായിട്ടൊരു എംബ്രോയ്ഡറി സീക്വൻസ് വർക്കിൻ്റെ ഡീറ്റെയിലിങ്ങും ചെറുതായിട്ടൊരു ഫ്രില്ലിൻ്റെ വർക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് സ്ലീവാണ്. സ്ലീവ് കുറച്ചിങ്ങനെ സെമി അംബ്രേല ടൈപ്പായിട്ട് അതിൽ കുറച്ചിങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ട് ആ ഒരു എൻഡ് പോർഷനിൽ അങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത്. ഓവറോൾ നോക്കുമ്പോൾ ചെറിയൊരു ലൂസില്ലേ, പക്ഷെ ഇത് ലാർജാണ് സൈസ് മേടിച്ചിരിക്കുന്നത്. സാധാരണ നോർമൽ നമ്മൾ സൈസ് മേടിക്കുന്ന ആ ഒരു സൈസ് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്, പക്ഷെ കുറച്ച് ലൂസ് ഉണ്ട്. അപ്പോൾ ഒരു സൈസ് കുറവ് മേടിച്ചാൽ മതി. ഈ ഒരു കളക്ഷൻ കാണുകയാണെങ്കിൽ ഒരു സൈസ്, അപ്പം നമ്മൾ ലാർജാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ മീഡിയം മേടിച്ചാൽ മതി. ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് പാൻറ്റ്, 2 സൈഡിൽ പോക്കറ്റും വരുന്നുണ്ട്. മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ സിൽക്ക് മെറ്റീരിയൽ, സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയൽ ആട്ടോ. അപ്പോൾ 2 ഷെയ്ഡ് വരുന്നുണ്ട്, ഇഷ്ടമുള്ള ഷെയ്ഡ് ചൂസ് ചെയ്യാം. പക്ഷേ സൈസ് ഒരു സൈസ് കുറവ് മേടിച്ചാൽ മതി കേട്ടോ. 3 പീസിൻ്റെ കുർത്തി സെറ്റാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള നെക്ക്. അപ്പോൾ നെക്കിനെ കുറിച്ച് പറയുന്നതിനേക്കാളും മുന്നേ ഇതിൻ്റെ മെറ്റീരിയൽ അറിയേണ്ട. അപ്പോൾ ടോപ്പിനെ കുറിച്ച് പറയാം. ടോപ്പ് വരുന്നത് റയോൺ മെറ്റീരിയലിൽ ഓവറോൾ ഈ ഒരു ബ്ലൂ, നേവി ബ്ലൂ ഷെയ്ഡിൽ ഈ ഒരു വൈറ്റ് കളറിൻ്റെ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ നെക്ക് തന്നെയാണ്. ഈ നെക്കൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു വി ടൈപ്പ് വന്നിട്ട് കുറച്ച് ഫ്ലീറ്റഡ് ഒക്കെ ആയിട്ടുള്ളത്. ബാക്കി ഓവറോൾ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ കൂടുതലായിരിക്കും ഇവിടെ ഇങ്ങനെ ഫ്ലീറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴേ. പിന്നെ 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ കൂടെ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല, ഒരു എ ലൈൻ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഇതാണ്. നെക്കാണ് എനിക്ക് മെയിനായിട്ട് ഇത്ര ഹൈലൈറ്റ് പറയാനുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ പാർ ചെയ്യാനായിട്ട് അഫ്കോഴ്സ് പാൻറ്റ് ഉണ്ട്. പാൻറ്റ് സെയിം മെറ്റീരിയൽ തന്നെയാണ്, റയോൺ മെറ്റീരിയൽ, ഫുൾ പ്രിൻറ്റഡ് ആണ്. 1 സൈഡ് പോക്കറ്റ് ഉണ്ട്. ഈ പോക്കറ്റ് എന്തിനാണ് കൊടുത്തതെന്ന് മനസ്സിലാവില്ല. ഇത് എ ലൈനാണ്, അതുകൊണ്ട് തന്നെ ഇനി കൈ ഇടണമെങ്കിൽ ഇത് പൊന്തിക്കേണ്ടി വരും, അല്ലാണ്ട് വേറെ നിവർത്തിയൊന്നുമില്ല. പിന്നെ ദുപ്പട്ടയിലും ഇതേപോലെ ഫുൾ പ്രിൻറ്റ്, നേവി ബ്ലൂ ഷെയ്ഡിൽ ഓവറോൾ ഫുൾ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കളേഴ്സ് ഒരു 4 കളർ ഉണ്ട് കേട്ടോ. ഒരു ബ്ലാക്കിൽ വൈറ്റ്, മറൂണിൽ വൈറ്റ്, വൈൻ ഷെയ്ഡിൽ വൈറ്റ്, പിന്നെ ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ്. ഇപ്പോൾ ഒക്കെയും ഡെലിവറി ഡേറ്റ് വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെലിവറി ഡേറ്റ് ഒക്കെ മാറ്റണം. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇന്ന് നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നാളേക്ക് കിട്ടും. വേറെ കളേഴ്സൊക്കെ ചൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല, അതൊരു 3-4 ദിവസമെങ്കിലും പിടിക്കാറുണ്ട്. അപ്പോൾ റേറ്റ് വൈസ് സെയിം തന്നെയാണ്, അത്ര വലിയ മാറ്റമൊന്നുമില്ല. ഡെലിവറി ഡേറ്റ് ആണ് വ്യത്യാസം വരുന്നത് കേട്ടോ. അപ്പോൾ സൈസ് ലാർജ്, അഫ്കോഴ്സ് ലാർജാണ്, കംഫർട്ടബിൾ ആണ്. ഇനി ഇത് ബ്രാൻഡ് വരുന്നത് അന്നി ഡിസൈനർ അല്ലെങ്കിൽ ഗോസ്രിക്ക്. നമുക്കൊക്കെ ബാക്കിൽ ടാഗ് കിട്ടുന്നത് ഗോസ്രിക്കും അന്നി രണ്ടും കൂടിയിട്ട് മിക്സ് ആയിരിക്കും. അപ്പോൾ രണ്ടും ഒന്ന് ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ ഗോസ്രിക്ക് കിട്ടും, അയ്യോ ഞാൻ ഇതല്ലല്ലോ, ഞാൻ അന്നി ഡിസൈനർ ആണല്ലോ പർച്ചേസ് ചെയ്തത്. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ടാഗിൽ ഗോസ്രിക്ക് കണ്ടാലും അന്നി ഡിസൈനർ കണ്ടാലും ഗോസ്രിക്ക്. അപ്പോൾ സെയിം ബ്രാൻഡിൻ്റെ തന്നെ ലാർജ് സൈസാണ് ഞാൻ വെയർ ചെയ്തത്. അപ്പോൾ എങ്ങനെയുണ്ട്, കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതൊക്കെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ വേഗം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക, ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്ക് പോവുക. എപ്പോഴൊക്കെ റേറ്റ് വിസ്റ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ചോ, എപ്പോഴൊക്കെ സെയിൽ വരും, എപ്പോഴൊക്കെ എന്താ ഓഫേഴ്സ് വരാമെന്ന് വെച്ചാൽ അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും എപ്പോഴും റേറ്റ്. കാരണം ഓൺലൈൻ സൈറ്റാണ്. അപ്പോൾ നമ്മൾ എന്നും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. റേറ്റ് കുറവാണെങ്കിൽ അപ്പോൾ പിടച്ചോ, അപ്പോൾ ഓർഡർ ചെയ്തോ. അപ്പോൾ എപ്പോഴും ഓഫേഴ്സ് ഉണ്ട് എപ്പോഴും. പിന്നെ പ്രൈം മെമ്പർഷിപ്പ് ആണെങ്കിൽ അവർക്ക് ഭയങ്കര ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്തേക്ക്, ആദ്യം റേറ്റ് ഒന്നുമില്ല. ഒരു കൊല്ലത്തേക്ക് നമുക്ക് പ്രൈം മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ എടുത്ത് പറയുന്നില്ല. അത് കാണണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ജസ്റ്റ് പ്രൈം മെമ്പർഷിപ്പ് ബെനിഫിറ്റ്സ് ആമസോണിൻ്റെ എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്താൽ കിട്ടും. എന്തായാലും നല്ല ബെനിഫിറ്റ് ഉണ്ട്, നല്ല കാശ് ലാഭവും ഉണ്ട്. സെയിൽസിൻ്റെ പുറമെ നമുക്ക് ഓഫറിന് പുറമെ പിന്നെയും കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ്. ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.